ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അങ്ങനെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നോർമലി നമ്മളൊക്കെ ജസ്റ്റ് വയറൊന്ന് ചീത്തയോ അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കണം എന്നില്ലാത്തവരൊക്കെ കഞ്ഞി കുടിക്കും. വൈകിട്ട് നമ്മൾ ഇച്ചിരി കഞ്ഞി, പയറ്, അങ്ങനെ കഞ്ഞി, ചമ്മന്തി അങ്ങനെയൊക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെ ലൈറ്റ്ലി കഴിക്കണം, എന്നാൽ ഒരുപാട് ഹെവി ആവണ്ട എന്നാഗ്രഹമുള്ളവർ നമ്മുടെ ഇവിടെ ബോംബെയിലൊരു ഡിഷുണ്ട്, ദാൽ ഖിച്ചടി. വെരി സിമ്പിൾ. അപ്പോൾ അത് ഉണ്ടാക്കാനും അത്ര പാടില്ല, ലൈക്ക് വെരി ടേസ്റ്റി. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചലോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഗൈസ്, നമുക്ക് ഇതിനായിട്ട് വേണ്ടത് അരി ഒരു ഗ്ലാസ് എടുക്കുവാണെങ്കിൽ അതിൽ ഹാഫ് ഓഫ് ദാല്, പിന്നെ തക്കാളി, മല്ലിയില, കുരുമുളക് പൊടിച്ചത്, പിന്നെ കുറച്ച് കായപ്പൊടി. എന്നിട്ട് താളിപ്പിനായിട്ട് വേണ്ടത് ജീരകം, വറ്റൽമുളക്, കരിവേപ്പില, കുറച്ച് വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കണം. പിന്നെ കുക്കർ ഹീറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് കഴുകി വെച്ച അരിയും ദാലും കൂടെ ചേർക്കുന്നു. അത് ചേർത്തതിന് ശേഷം തക്കാളി ചേർക്കുന്നു. പിന്നെ മല്ലിയില, അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയില, പിന്നെ കുരുമുളക് ചതച്ച് വെച്ചേക്കുന്നത്. അതിനൊപ്പം തന്നെ വെള്ളം നമ്മൾ അരി വേവിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചു കൊടുക്കണം, ഒരു കഞ്ഞി പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഒപ്പം കായപ്പൊടി. പിന്നെ ഇതെൻ്റെ മസാല ബോക്സാണ് ഗായ്സ്. എന്നിട്ട് മസാലയിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കാം. അപ്പോൾ ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനോടൊപ്പം തന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടി അധികം എരിവെള്ള അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിനോളം ചേർക്കാം, കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട്, ഇത് ജിംജാം ബിസ്ക്കറ്റാണ് ഗൈസ്, എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് കൊണ്ട് തന്നതാണ്. അപ്പോൾ നമുക്ക് 4 വിസിലടിക്കാം. ഓക്കെ, 4 വിസിലടിച്ചിട്ട് വരുമ്പോൾ ഇത് കുറച്ച് ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നാളെ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്നല്ല ഗൈസ്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റാം. 4 വിസിലടിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കൺസിസ്റ്റൻസി നോക്കൂ. അപ്പം ഞാൻ ഇത് കണ്ടോ, ഇതുപോലെ നല്ല വൃത്തിക്ക് വെന്ത് വരും. ഇതിപ്പോൾ സ്പൂണിട്ട് വെച്ചേക്കാണ് ഞാൻ, പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ ഒരു ചെറിയ ടിപ്പാണ്, ചെയ്ത് നോക്കൂ. അപ്പം അത് പുറത്തോട്ട് ചാടില്ല. പിന്നെ നമുക്ക് താളിക്കാം. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ജീരകം ഇടാം. ജീരകം ഇടിച്ചിരി നല്ല വിധം റോസ്റ്റായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ചതച്ച ഉള്ളി ചേർക്കാം. ഇതൊന്ന് നല്ലോണം റോസ്റ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ വറ്റൽമുളക് ചേർക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പിലയും. ഇത് നല്ലോണം റോസ്റ്റായി ഒരു ബ്രൗൺ കളറാവുന്ന വരെ ആക്കണം. എന്നിട്ട് നമ്മുടെ ഖിച്ചടി, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഖിച്ചടിക്കകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. അത് ഇച്ചിരി മുളക് പൊടി കൂടി ഇടണേ, അപ്പം ഒരു കളറ് കിട്ടും. നമ്മൾ ആ താളിപ്പിന് ഒരു ചെറിയ കളറും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. ഇതെന്നിട്ട് ഒരു 10 മിനിറ്റ് കൂടെ അടച്ച് വെക്കണം. താളിപ്പ് ചെയ്തതിന് ശേഷം ആ കുക്കർ ഒന്ന് നല്ലോണം ഒന്ന് അടച്ച് വെക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ ഇത് മൊത്തം അരോമ അതിനകത്താവുമ്പോൾ നമ്മുടെ ഖിച്ചടി റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.